കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ സിലബസ് പ്രകാരം മൊഡ്യൂൾ 3 10 മാർക്കിന് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഒരു ദിവസം 3-ലധികം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിംഗ് മുമ്പേ മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൊഡ്യൂൾ 3 ഈ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ്, മൊഡ്യൂൾ 4 മാനേജ്മെന്റ്, മൊഡ്യൂൾ 6 കമ്പനി ലോ, മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ്, മൊഡ്യൂൾ 8 ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 10 മാർക്കിനുള്ള ഓഡിറ്റിംഗ് ആൾറെഡി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രസ്തുത ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക. ക്ലാസ്സുകളുടെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഉൾപ്പെടുത്തിയത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രോ പാർട്ടിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾക്കുള്ള ആൻസറുകളുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും MCQ ക്വസ്റ്റ്യൻ, അത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ UGC നെറ്റ്, കേരള PSCയുടെ കോമേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, CA ഇന്റർ സെറ്റ് പരീക്ഷകൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താറുള്ളത്. മീനിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മീനിങ് ആണ് പറയേണ്ടത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, classifying, analyzing, summarizing and allocating cost associated with a process, product, service. Cost associated with a process, product or service. പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്, അതിൻ്റെ റെക്കോർഡിംഗ് ആണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്, അതിൻ്റെ അനലൈസിങ് ആണ്, അതിൻ്റെ സമ്മറി ആണ് ശരിക്കും എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് പ്ലസ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ് ടു അസിസ്റ്റ് ഇൻ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പോലെയല്ല കോസ്റ്റ് അക്കൗണ്ടിങ്. തികച്ചും ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് സാധാരണ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റിന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടെ, അതാണ് മെയിൻ ഉദ്ദേശം കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ. മാത്രമല്ല മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് കോസ്റ്റ്, റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. മെഷർമെന്റ് ഓഫ് കോസ്റ്റ്, റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ്, കോസ്റ്റ് കൺട്രോൾ. റിഡക്ഷൻ ഓഫ് വേസ്റ്റേജും കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് മെഷർമെന്റും എല്ലാമാണ് മെയിനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുക. CIMA ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സിന്റെ ഡെഫിനിഷൻ ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫ്രം പോയിന്റ് അറ്റ് വിച്ച് expenditure is incurred or committed to the establishment of its ultimate relationship with cost centers and cost unit. Cost accounting is the process of accounting for cost from the point at which expenditure is incurred or committed to the establishment of its ultimate relationship with cost centers and cost unit. Cost centers ഉം cost unit ഒക്കെ നമുക്ക് പറയാൻ പോകേണ്ട ടേംസ് ആണ്. അടുത്ത് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? നമ്മുടെ മീനിങ്ങിലും ഡെഫിനിഷനിലൊക്കെ പറഞ്ഞ പോലെ അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. കോസ്റ്റ് കണക്കാക്കുക, ഗുഡ്സ്, സർവീസ് എന്നിവയുടെ അറ്റ്ലീസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് എങ്കിലും. കോസ്റ്റ് കൺട്രോൾ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഐഡന്റിഫൈ വേസ്റ്റേജ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് മെഷേഴ്സ്. എവിടെയാണ് എക്സസ് ആയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കോസ്റ്റ് വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുക, അത്തരം വേസ്റ്റുകൾ കുറക്കുക എന്നൊരു ഉദ്ദേശം കൂടി കോസ്റ്റ് കൺട്രോളിനുണ്ട്.
അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺട്രോളിലൂടെ ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ്, അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ പ്രൈസിങ്, പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ് എന്നീ വിഷയങ്ങളിലൂടെയൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് എടുക്കുക എന്നതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. പ്രൈസ് ഡിസിഷൻ അല്ലെങ്കിൽ പ്രൈസിങ് എന്നത് ക്രൂഷ്യലാണ്. പ്രൊഡക്റ്റ് മിക്സ് എങ്ങനെ ആയിരിക്കണം, പ്രോഫിറ്റ് പ്ലാനിങ് എന്തായിരിക്കണം എന്നതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ വെച്ചിട്ട് മാനേജ്മെന്റിന് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻവെന്ററി വാല്യുവേഷൻ. ഇൻവെന്ററി വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ helps in valuation of stocks of material, working process and finished goods. ഇൻവെന്ററി എന്നത് ഫിനിഷ്ഡ് അല്ല, വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇവയുടെ വാല്യുവേഷന് ഒരു പക്ഷേ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടാവില്ല, എന്നാൽ വർക്കിംഗ് പ്രോഗ്രസ് ഒക്കെ ആയിരിക്കും. കറക്റ്റ് ഡാറ്റ കിട്ടണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിന്റെ ഹെൽപ്പ് ഉണ്ടായേ പറ്റുള്ളൂ. പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. Determine which product, department or process is more profitable. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്, ഇൻവെന്ററി വാല്യുവേഷൻ, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഏതെല്ലാം മേഖലകളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതെല്ലാം മേഖലയ്ക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്ഫുൾ ആണ്. കോസ്റ്റ് അസർട്ടൈൻമെന്റ് വീണ്ടും പറയുന്നു. ക്യാപ്ചറിങ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. കോസ്റ്റിൽ മെയിനായിട്ട് ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ, അസർട്ടൈൻ ചെയ്യാൻ കോസ്റ്റ് റെക്കോർഡിങ്, സിസ്റ്റമാറ്റിക് റെക്കോർഡിങ് ഓഫ് എക്സ്പെൻസ് ആണ്. സിസ്റ്റമാറ്റിക് റെക്കോർഡിങ് എന്നത് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡിങ്ങും അത് കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയാണ്. കോസ്റ്റ് അനാലിസിസിനും കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതായത് സ്പ്ലിറ്റിംഗ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന രീതിയിലൊക്കെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ, അങ്ങനെ കോസ്റ്റ് അനാലിസിസ് നടത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കോസ്റ്റ് കൺട്രോൾ ആണ് മറ്റൊരു സ്കോപ്പ്. അതായത് അപ്ലൈ ടെക്നിക്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ പോലുള്ള മുൻകൂട്ടി നിശ്ചയിക്കുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നോംസിൻ്റെ ബേസിൽ ആണ് കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്നത്. എന്നിട്ടൊരു കമ്പാരിസൺ നടത്തുന്നത്. ആദ്യമേ നിശ്ചയിച്ച പോലെ ആ ലിമിറ്റിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ആ രീതിയിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. കോസ്റ്റ് റിഡക്ഷൻ, കണ്ടിന്യൂസ് എഫേർട്ട് ടു മിനിമൈസ് കോസ്റ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. കാരണം ക്വാളിറ്റിയിൽ കോട്ടം തട്ടാത്ത രീതിയിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് അതിനുള്ള കണ്ടിന്യൂസ് എഫേർട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത കോസ്റ്റ് വേസ്റ്റേജ് ഒക്കെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ പ്രൈസിങ്. കോസ്റ്റ് അക്കൗണ്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്നത് പ്രൈസിങ് തന്നെയാണ്. പ്രൈസിങ് ആണ്. എൻഷ്യൂർ കൺട്രോൾ ഓവർ മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്. എൻഷ്യൂർ control over material, labor, overhead. Helps in budgeting and cost forecasting. കോസ്റ്റ് അക്കൗണ്ടിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ബഡ്ജറ്റിന് അത് സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് ഫോർകാസ്റ്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ബഡ്ജറ്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പോലുള്ള ടെക്നിക്ക് വെച്ചിട്ട് ആദ്യമേ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റിനെ ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിന് ആ കമ്പാരിസന് ചെയ്യുന്നു കോസ്റ്റ് അക്കൗണ്ടിങ് അതിയായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ കമ്പാരിസണിലൂടെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടെത്താനും പറ്റും. ഇംപ്രൂവ് ഓവറോൾ എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ആകെ തുക എന്ന് പറയുന്നത് മൊത്തത്തിൽ നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി എല്ലാം തീർച്ചയായിട്ടും അത് കൂട്ടുക തന്നെ ചെയ്യും. ഇനി നമുക്ക് പറയേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം നോക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റേണൽ യൂസ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു മാനേജ്മെന്റ് ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട്, അവർക്ക് പ്രൈസിങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, അവർക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഭാഗമായിട്ട്, അങ്ങനെയൊക്കെ പല ആവശ്യങ്ങൾക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് ഉപയോഗിക്കാറ്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ
ഷെയർ ഹോൾഡേഴ്സിന് ഓർഗനൈസേഷൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസായ ഇപ്പോൾ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പനിക്ക് ലോൺ കൊടുത്തവർക്ക് അവർക്ക് കമ്പനീൻ്റെ അവസ്ഥ എന്തെന്ന് അറിയാനുള്ള റിപ്പോർട്ടാണ് ശരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത്ര റിപ്പോർട്ടുകൾ ഉണ്ടാക്കലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ജോലി. P&L, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരിക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഫോക്കസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ ഒക്കെയാണ്. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളൊക്കെയാണ് ഫോക്കസ് ചെയ്യുക. പക്ഷേ ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ അറിയാനും പറ്റുക, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യാം. നാച്ചർ എന്നത് പിന്നെ ഡീറ്റെയിൽഡ് അനലിറ്റിക്കൽ ഫ്യൂച്ചർ, ഡീറ്റെയിൽഡ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അത് അനലിറ്റിക്സിന്റെ ബേസിലാണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, അതിൽ ഫോർകാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സമ്മറിയാണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ സമ്മറിയാണ്, കഴിഞ്ഞ് പോയ ട്രാൻസാക്ഷനുകളുടെ ഒരു ക്ലാസിഫൈഡ് സമ്മറിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. റിപ്പോർട്ടിംഗ് പീരിയഡ് ആസ് റിക്വയർഡ് ബൈ മാനേജ്മെന്റ്, എപ്പോൾ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോർമലി ആനുവലി ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി. ഇടക്കാല റിപ്പോർട്ടുകൾ ഉണ്ടാവില്ല, ഒന്നാം പാത, രണ്ടാം പാത റിപ്പോർട്ട്, മൂന്നാം പാത റിപ്പോർട്ട് എന്ന് പറയുന്ന പോലെ ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ആനുവലി ആവാം. നോർമലി എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആനുവലി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ലിസ്റ്റ് കമ്പനികളൊക്കെ ആകുമ്പോൾ ക്വാർട്ടർലി റിപ്പോർട്ട്സും വന്നേക്കാം. കോസ്റ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമയബന്ധിതമല്ല. അത് മാനേജ്മെന്റ് എപ്പോഴാണ് റിപ്പോർട്ട് ആവശ്യമുള്ളത്, മാനേജ്മെന്റ് എപ്പോഴാണ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത്, അതിനനുസരിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഇങ്ങനെ പല വിധത്തിലുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. ചോദിക്കാറുണ്ട് എക്സാമിന്, താഴെ പറഞ്ഞതിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ കോസ്റ്റ് ടെക്നിക്ക് ഏത്. കോസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഒക്കെ വരിക. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജോബ് കോസ്റ്റിങ്ങും, ബാച്ച് കോസ്റ്റിങ്ങും, പ്രോസസ് കോസ്റ്റിങ്ങും, കോൺട്രാക്ട് കോസ്റ്റിങ്ങും, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ബഡ്ജറ്ററി കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, യൂണിഫോം കോസ്റ്റിംഗ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ അങ്ങോട്ടോട്ട് മാറാതിരിക്കാൻ നോക്കണം. സിമ്പിളായിട്ട് തന്നെ ചോദിക്കാറുണ്ട് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ, ഇതിൽ ഏതാണ് കോസ്റ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ടെക്നിക്സ് എന്ന്. കോസ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ജോബ് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റ് ഫോർ എ സ്പെസിഫിക് ജോബ്സ് ഓർ കോൺട്രാക്ട്സ്. ഇപ്പോൾ സ്പെസിഫിക് ആയ എന്താ പറയുക ജോബുകൾ ഉണ്ടാവും, അതിന് ജോബ് കോസ്റ്റിംഗ് ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, റേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, അത് ആ വണ്ടിക്ക് മാത്രം യൂണിക് ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിന്റെ ബേസിലാണ് അത്തരം കോസ്റ്റ് കണക്കാക്കാറ്. കോസ്റ്റ് ഫോർ എ സ്പെസിഫിക് ജോബ്സ് ഓർ കോൺട്രാക്ട്സ്. അതല്ലെങ്കിൽ പിന്നെ പ്രിന്റിങ്, ഒരു പ്രസ്സിലെ പ്രിന്റിങ്, അത് എല്ലാ ദിവസവും ഒരേ ജോലിയല്ലല്ലോ ചെയ്യുന്നത്, പല റിക്വയർമെൻറ്റും പലതും ആയിരിക്കും. അപ്പം അത് ജോബ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യാം. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബാച്ച് വൈസ് ആണ്, അതായത് കോസ്റ്റ് ഫോർ എ ബാച്ച് ഓഫ് ഐഡന്റിക്കൽ യൂണിറ്റ്സ്. ഇതേപോലുള്ള പ്രൊഡക്ഷനിലാവുമ്പോൾ അവിടെ ബാച്ച് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുക. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്യുമുലേറ്റഡ് ബൈ പ്രോസസ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, പ്രോസസ് കോസ്റ്റിൽ അപ്ലൈ ചെയ്യും. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് വർക്കുകൾ, ബിൽഡിംഗ് വർക്കുകൾ, അതുപോലെ കോൺട്രാക്ട് പ്രൊജക്റ്റ് വർക്കുകൾക്കാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കൽ. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ സർവീസ് കോസ്റ്റിംഗ് ആണ്, സർവീസ് ഇൻഡസ്ട്രിയിലാണ് അപ്ലൈ ചെയ്യാറ്. അത് ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റൽ പോലുള്ള സർവീസ് സെക്ടറുകളിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കോസ്റ്റിംഗ് മെത്തേഡ്സ്. ഇനി പറയുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെയിനായിട്ട് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ് എന്നിങ്ങനെ 4 തരം ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് വേരിയബിൾ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് സെറ്റിംഗ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആൻഡ് കമ്പയറിംഗ് വിത്ത് ആക്ച്വൽ, ആദ്യമേ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് ആക്ച്വൽ റിസൾട്ട് കമ്പയർ ചെയ്യുന്നു, അതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം. ആ കമ്പാരിസണിലൂടെ ഒരു പക്ഷേ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്ര പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും ഉണ്ടാകാം. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോഴും കോസ്റ്റ് പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ് ത്രൂ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റിലൂടെ കോസ്റ്റ് പ്ലാൻ ചെയ്യുകയാണ്, ഒരു ഫോർകാസ്റ്റിങ്ങിനെ പോലെ മോണിറ്റർ ചെയ്യുകയാണ്.
പിന്നെ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അഡോപ്ഷൻ ഓഫ് സെയിം കോസ്റ്റിംഗ് സിസ്റ്റം ബൈ സെവറൽ ഫേംസ്. ഒരേ രീതിയിൽ പല സ്ഥാപനങ്ങളും അപ്ലൈ ചെയ്യുമ്പോഴതിനെ യൂണിഫോം കോസ്റ്റിംഗ് എന്നും പറയാൻ പറ്റും. ഇനി നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അവസാന പാർട്ടാണ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇൻസ്റ്റലേഷൻ ഈസ് എക്സ്പെൻസീവ്. ഇതൊരു സിസ്റ്റമാണ്. ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റലേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് കുറച്ചെങ്കിലും എക്സ്പെൻസീവായ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായ ഒരു കാര്യമായിട്ട് വരും. റിക്വയർ സ്പെസിഫൈഡ് സ്റ്റാഫിനെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ട് വരും, പ്രൊഫഷണൽസിന് ആവശ്യമായിട്ട് വരും. അതും ഒരു ബേർഡൻ ആണ്. നോട്ട് ആൾവേസ് 100% ആക്യുറേറ്റ്. പല കാര്യങ്ങളും എസ്റ്റിമേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ എസ്റ്റിമേഷൻ വെറും എസ്റ്റിമേഷൻ മാത്രമാണ്. അത് എല്ലായ്പ്പോഴും 100% അത് ആക്യുറേറ്റ് ആവണമെന്നില്ല. മറ്റ് മേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഡ്യൂ ടു അഡീഷണൽ വർക്ക്. പിന്നെ ഇതൊരു പുതിയ കാര്യം ആയതുകൊണ്ട് തന്നെ എംപ്ലോയി റെസിസ്റ്റൻസ് വന്നേക്കാം, എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നേക്കാം. അവർക്കിത് അഡീഷണൽ ബേർഡൻ ആവുമോ എന്നെല്ലാം പേടിച്ചിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ട്രെയിനിങ് എടുക്കേണ്ടി വരുമോ എന്നെല്ലാം ആലോചിച്ചിട്ട് നമുക്ക് ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ തുടർന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.